ശാപ വിടുതൽ പ്രാർത്ഥന. കുമ്പസാരിച്ച് വിശുദ്ധ കുർബാനയിൽ പങ്കുകൊണ്ട് ഉപവസിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം ഇത് ചൊല്ലുവാൻ എല്ലാവരും ശ്രമിക്കുക. കർത്താവായ യേശു ക്രിസ്തുവേ, അങ്ങ് ദൈവപുത്രനാണെന്നും ദൈവത്തിലേക്കുള്ള ഏക വഴിയാണെന്നും അങ്ങ് എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റുവെന്നും ഞാൻ വിശ്വസിക്കുന്നു. കർത്താവായ യേശുവേ, ഞാൻ എൻ്റെ എല്ലാ പാപങ്ങളും ഉപേക്ഷിച്ച് കരുണയ്ക്കും ക്ഷമയ്ക്കും വേണ്ടി അങ്ങിലേക്ക് തിരിയുന്നു. പിതാവേ, ഇവിടെ പേരുകൾ എഴുതപ്പെട്ടിരിക്കുന്ന പൂർവികരോ അല്ലെങ്കിൽ അവരുടെ മുൻഗാമികളോ തങ്ങളുടെ പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിക്കാതെയും അവയിൽ നിന്ന് പിന്തിരിയാതെയുമാണ് ഈ ലോകത്തിൽ നിന്നും കടന്നുപോയതെങ്കിൽ, ഓ യേശുവേ, എൻ്റെ കുടുംബത്തിൻ്റെ പ്രതിനിധികളായി ഞാനും എൻ്റെ പങ്കാളിയും അവർക്കായി ക്ഷമ ചോദിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അങ്ങയുടെ മുറിവുകളിൽ നിന്നും ചിന്തിയ വിലയേറിയ തിരുരക്തത്താൽ അവരുടെ പാപങ്ങളും കടങ്ങളും ക്ഷമിക്കണമേ. അവരുടെയും ഞങ്ങളുടെയും വിഗ്രഹാരാധന, പൈശാചിക പൂജകൾ, കടമറ്റത്ത് സേവ, പൂജകൾ, മന്ത്രവാദം, ആഭിചാരം, കൂടോത്രം, പാവപ്പെട്ടവരോടും നിസ്സഹായരോടും ചെയ്ത പാപങ്ങൾ, വേലക്കാരുടെ കൂലി പിടിച്ചു വെച്ചത്, മാതാപിതാക്കളോട് ചെയ്ത ദ്രോഹങ്ങൾ, വൈദിക ഹത്യ, ഗുരുഹത്യ, കൊലപാതകം, ഭ്രൂണഹത്യ, അർഹതയില്ലാത്ത സമ്പത്തിൻ്റെ അപഹരണം, ആഹാരം, ദാഹജലം, നടവഴി, കിടപ്പാടം, ചികിത്സ എന്നിവ നിഷേധിച്ചത്, വ്യഭിചാരം, പരസംഗം, സ്വവർഗഭോഗം, മൃഗഭോഗം, ലൈംഗിക പാപങ്ങൾ തുടങ്ങിയവ ഞങ്ങൾ ഏറ്റുപറഞ്ഞ് ഞങ്ങൾക്കും അവർക്കും വേണ്ടി മാപ്പപേക്ഷിക്കുന്നു. മൺമറഞ്ഞു പോയവർക്ക് നിത്യശാന്തി നൽകണമേ. ജീവിച്ചിരിക്കുന്നവരെ വിശുദ്ധിയുള്ള ജീവിതം നയിക്കുവാനും നിത്യജീവൻ പ്രാപിക്കുവാനും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പൂർവികരുടെ പാപങ്ങളുടെയും പരാജയങ്ങളുടെയും ഫലമായി ഞങ്ങളുടെ കുടുംബവൃക്ഷത്തിൻ്റെ വംശാവലിയിൽ വന്നു ചേർന്ന അശുദ്ധികളും ശാപങ്ങളും യേശുവിൻ്റെ രക്തത്താൽ നീക്കം ചെയ്യണമേ. പൂർവികർ പിശാചുമായി നേരിട്ടോ പാപം വഴിയോ സ്ഥാപിച്ച ഉടമ്പടികളിലൂടെ പണിയപ്പെട്ട പൈശാചിക ബലിപീഠങ്ങൾ ഞങ്ങൾ യേശു നാമത്തിൽ തകർക്കുന്നു. ഞങ്ങളുടെ കുടുംബ വഴികളിൽ സാത്താനോ അവൻ്റെ ദൂതന്മാർക്കോ ഇനി ഒരു നിയമപരമായ അവകാശവാദവുമില്ലെന്ന് ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പ്രഖ്യാപിക്കുന്നു. യേശുവിനെ രക്ഷകനായും ദൈവത്തെ പിതാവായും പരിശുദ്ധാത്മാവിനെ പരിപാലകനായും ഏറ്റുപറഞ്ഞ് ഞങ്ങളുടെ കുടുംബത്തിൽ ത്രിയേക ദൈവത്തിൻ്റെ ന്യായപീഠം ഞങ്ങൾ പണിയുന്നു. അങ്ങനെ അനന്തര തലമുറകളിലേക്ക് കടന്നു വന്നിട്ടുള്ള സാത്താന്യമായ എല്ലാ വാതിലുകളും യേശുവിൻ്റെ രക്തത്താൽ പൂർണ്ണമായും അടയപ്പെടട്ടെ. യേശുനാമത്തിൻ്റെ ശക്തിയാൽ ഞങ്ങളുടെ മേലുള്ള സാത്താൻ്റെ എല്ലാ അവകാശവാദങ്ങളും ഇപ്പോൾ ഇവിടെ ഇല്ലാതാകട്ടെ. ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിനും ആത്മീയ വളർച്ചയ്ക്കും ആവശ്യമായ എല്ലാ വാതിലുകളും ആത്മാവിൻ്റെ എല്ലാ ദൈവസമ്പർക്ക സാധ്യതകളും തുറക്കപ്പെടട്ടെ. എൻ്റെയും കുടുംബാംഗങ്ങളുടെയും എൻ്റെ ദേഹം, ദേഹി, ആത്മാവിൻ്റെ മേലും എൻ്റെ ഭവനം, ആരോഗ്യം, സമ്പത്ത്, ദൈവിക ശുശ്രൂഷകൾ എന്നിവയുടെ മേലും ഞാൻ യേശുവിൻ്റെ രക്തം തളിക്കുന്നു. അവയുടെ മേൽ യേശുവിൻ്റെ രക്തത്തിൻ്റെ സർവാധിപത്യം പ്രഖ്യാപിക്കുന്നു. എൻ്റെ ആത്മീയ അധികാരത്തിൽ ദാരിദ്ര്യത്തിൻ്റെയും പരാജയത്തിൻ്റെയും ശാരീരിക മാനസിക രോഗങ്ങളുടെയും ദുശ്ശീലങ്ങളുടെയും ദുരന്തത്തിൻ്റെയും മാത്സര്യത്തിൻ്റെയും സർപ്പാരൂപികളോട് എൻ്റെ കുടുംബവും ജീവിതവും വിട്ടിറങ്ങാൻ ആജ്ഞാപിക്കുന്നു. എൻ്റെ ജീവിതത്തിനും ദൈവിക പദ്ധതികൾക്കും കുടുംബത്തിനും മുകളിൽ സാത്താൻ പണിതുയർത്തിയ എല്ലാ കോട്ടകളും യേശുനാമത്തിൽ തകർന്നടിയട്ടെ. എന്നിലും എൻ്റെ പ്രിയപ്പെട്ടവരിലും ദൈവരാജ്യം പണിതുയർത്തപ്പെടട്ടെ. ഓ ദൈവമേ, ദാവീദ് ഭവനത്തിൻ്റെ താക്കോൽ തോളിൽ വഹിച്ചിരിക്കുന്ന അങ്ങ് അടയ്ക്കുന്നത് ആർക്കും തുറക്കാനാവില്ല, അങ്ങ് തുറക്കുന്നത് ആർക്കും അടയ്ക്കാനുമാകുകയില്ല. യെശയ്യാ 22:22.